നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതായി കോടതി അറിയിക്കുകയും ചെയ്തു. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ന്റേതാണ് വിധി. അതേസമയം ജാമ്യാപേക്ഷ തള്ളിയതായി കോടതി അറിയിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു. തനിക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെന്നും അസ്വസ്ഥത നേരിടുന്നുണ്ടെന്നും ബോബി പിന്നീട് പറയുകയായിരുന്നു. ഇതോടെ കോടതിയുടെ വിശ്രമ മുറിയിൽ വിശ്രമിക്കുവാൻ കോടതി ബോബിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നാളെ തന്നെ ബോബി ചെമ്മണ്ണൂർ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് വിവരം. നേരത്തെ ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നായിരുന്നു ബോബി കോടതിയിൽ പറഞ്ഞിരുന്നത്. നല്ല ഉദ്ദേശത്തോടെ പൊതുവേദിയിൽ ഉന്നയിച്ച വാക്കുകൾ നടി തെറ്റിദ്ധരിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. നടി ഇതിനു മുമ്പും തന്റെ സ്ഥാപനത്തിന്റെ പരിപാടികൾക്ക് അതിഥിയായി എത്തിയിട്ടുണ്ടെന്നും പ്രസ്തുത സംഭവം 4 മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കണ്ണൂർ ആലക്കോട് ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹം ഹണി റോസിനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിച്ചത്. ഹണി റോസിനെ കുന്തി ദേവിയോടാണ് ബോബി ഉപമിച്ചത്. എന്നാൽ ഇതിൽ തെറ്റൊന്നുമില്ല എന്നും കുന്തി ദേവിയെ അഭിനയിച്ച നടിയെപ്പോലെ തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുമായിരുന്നു ബോബിയുടെ വാദം. സന്യാസിനി വേഷമണിഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈലിലാണെന്ന് ഹണി റോസ് വന്നത്. ഞാൻ കുന്തി ദേവി എന്ന് വിളിച്ചപ്പോൾ അവർ ചിരിക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ വീഡിയോ ഹാജരാക്കുന്നതിൽ നിന്ന് കോടതി പ്രതിഭാഗത്തെ തടയുകയായിരുന്നു. താൻ കയറി പിടിച്ചു എന്ന ആരോപണവും ബോബി ചെമ്മണ്ണൂർ തള്ളി. കൈ കാണിച്ചപ്പോൾ കൈ പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും നടി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും അവരുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ആ ദൃശ്യങ്ങളും ഫോട്ടോകളും അവരുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടെന്നും അതിന്റെ ലിങ്ക് ഹാജരാക്കാമെന്നും പറഞ്ഞു. അന്നൊന്നും നടിക്ക് അത് അപമാനിച്ചതായി തോന്നിയിരുന്നില്ല എന്നും ഇപ്പോഴാണ് അങ്ങനെ തോന്നിയതെന്നും ബോബി ചെമ്മണ്ണൂർ ചോദിച്ചു. മുമ്പും തന്റെ സ്ഥാപനങ്ങളെ ചടങ്ങുകളിൽ അതിഥിയായി ഹണി റോസ് ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ടെന്നും ബോബി പറഞ്ഞു. തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നെന്നും ജാമ്യം ലഭിക്കാവുന്ന കേസാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി.